എത്തിഹാദ് റെയിലിൽ ട്രാവൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും വേഗം ആയിക്കോട്ടെ. കാര്യം ഇപ്പോൾ ആണെങ്കിൽ എക്സ്ട്രാ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ടിക്കറ്റ് ഫെയർ ഇനി കൂടുവോ കുറയോ? കുട്ടികൾക്ക് ഫ്രീ ആണോ? ഇതിനിടയ്ക്ക് സ്റ്റോപ്പില്ലേ? ദുബായിലും ഷാർജയിലും സ്റ്റേഷൻസ് ഇല്ലേ? ട്രെയിനിനകത്ത് ഫുഡ് ഫ്രീ ആണോ? ഇങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട് ആളുകൾക്ക്. ഇതിനൊക്കെയുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. യു എയുടെ എത്തിഹാദ് റെയിലിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. നിലവിൽ അബുദാബിയിൽ നിന്നും ഫുജേറയിലേക്കും അവിടെ നിന്ന് തിരിച്ചുമാണ് ഇപ്പോൾ സർവീസ് ഉള്ളത്. നോൺ സ്റ്റോപ്പ് സർവീസ് ആണ്, ഇടയിൽ എവിടെയും സ്റ്റോപ്പില്ല. ടൈമിംഗ്സ് വരുന്നത് അബുദാബിയിൽ നിന്ന് രാവിലെ 8:19, ഉച്ചയ്ക്ക് 1:53, വൈകിട്ട് 6:39 ഇനി തിരിച്ച് ഫുജേറയിൽ നിന്ന് അബുദാബിയിലേക്ക് പുലർച്ചെ 5:34, രാവിലെ 10:59, വൈകിട്ട് 5:28 ട്രെയിൻ ഉള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രാവൽ ചെയ്താലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നോ? ഇനോഗ്രേഷനോടനുബന്ധിച്ച് കുറച്ച് ദിവസത്തേക്ക് 50% ഓഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാം. അതിന് 3 ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ എത്തിഹാദ് റെയിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, അതും അല്ലെങ്കിൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് വാങ്ങാം. പിന്നെ നേരിട്ട് കൗണ്ടറിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ഓൺലൈനിൽ ടിക്കറ്റ് റേറ്റ് കുറച്ച് കുറവാണെന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യണേ. ഓഫർ പ്രൈസിൽ ഇപ്പോൾ കംഫർട്ട് ക്ലാസ് ടിക്കറ്റിന് 55 ദിറംസും പ്രീമിയം ക്ലാസ് ടിക്കറ്റിന് 120 ദിറംസും ആണ്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ടോട്ടലി ഫ്രീ ആണ്. ട്രെയിൻ ടൈമിന് 5 മിനിറ്റ് മുമ്പ് വരെ നിങ്ങൾക്ക് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഇനി യാത്രയ്ക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ബോർഡിംഗ് ടൈമിന് 15 മിനിറ്റ് മുൻപേ നമ്മൾ സ്റ്റേഷനിൽ എത്തണം. എത്തിക്കഴിഞ്ഞാൽ പ്രീമിയം ക്ലാസ് ആണെങ്കിലും ശരി, കംഫർട്ട് ക്ലാസ് ആണെങ്കിലും ശരി, രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ലോഞ്ച് ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ സ്റ്റേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ പേഴ്സണെ കാണാൻ പറ്റും. ആളുടെ പേര് ലൂക്ക എന്നാണ്. എത്തിഹാദ് റെയിലിന്റെ റോബോട്ടാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ മതി, കറക്റ്റ് ഉത്തരം കിട്ടും. സമയമുള്ളവർക്ക് ചുറ്റി നടന്ന് കാണാൻ ചിലതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്നത് യു എയിലെ 7 എമിറേറ്റുകളിൽ നിന്നുള്ള മണ്ണിന്റെ സാമ്പിൾസ് ആണ്. ഇത് ഇത്തിഹാദ് റെയിലിന്റെ സ്റ്റേഷൻ ഡീറ്റെയിൽസും. ഇനി പ്ലാറ്റ്ഫോമിലേക്ക് കയറണമെങ്കിൽ ഇതുപോലെ ടിക്കറ്റിന്റെ QR കോഡ് സ്കാൻ ചെയ്യുക. അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കോച്ച് നോക്കി കയറുക. സീറ്റ് നമ്പറും കൃത്യമായിട്ട് നോക്കി സ്വസ്ഥമായിട്ടിരുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇനി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ കോച്ചുകളിലും സീറ്റിന്റെ മുകളിൽ ഓവർഹെഡ് ബിൻസ് ഉണ്ട്. നമ്മുടെ എക്സ്ട്രാ ബാഗേജ് സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫ്രീ വൈഫൈ ആണ്. സ്മോക്കിംഗ് അലൗഡ് അല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, അകത്ത് മൊത്തത്തിൽ നമ്മളൊരു ഫ്ലൈറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ആംബിയൻസ് കിട്ടുന്നുണ്ട്. ഇനി ഫുഡിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. കാര്യം ഇപ്പോൾ ഈ ഒരു ലോഞ്ചിങ് ഓഫറിനോടനുബന്ധിച്ചിട്ട് എല്ലാ ഫുഡും ഇവിടെ ഫ്രീ ആണ്. സ്റ്റേഷൻ്റെ അകത്തും ട്രെയിനിൻ്റെ അകത്തും ഒക്കെ. ഇപ്പോൾ സ്റ്റേഷനിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, സ്നാക്സ്, ടീ, അതേപോലെ കാവ, പോപ്കോൺ, പാൻകേക്ക്, ഐസ്ക്രീം, ഇതൊക്കെ തന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ചോക്ലേറ്റ് ആയിക്കോട്ടെ, സാൻഡ്വിച്ച് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ യാത്രയിൽ ഉടനീളം അവർ സെർവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഫ്രീ ആണ്. കൂട്ടത്തിൽ ഈ ഒരു ഐറ്റം കണ്ടോ, അതായത് യു എയുടെ നാഷണൽ ട്രീ ആയിട്ടുള്ള ഗാഫ് മരത്തിന്റെ ഇലയും ഗ്രീൻ ആപ്പിളും ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ജ്യൂസ്. ഈ ഒരു ഷോട്ട് സംഭവം വെറൈറ്റിയാണ്. അബുദാബിയിലെ മണൽപ്പരപ്പുകളും ചെറിയ പച്ചപ്പും കിഴക്കൻ എമിറേറ്റുകളിലെ മലനിരകളും ഒക്കെ കടന്ന് ഈ റെയിൽ ഇങ്ങനെ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ കുതിക്കുമ്പോൾ ഒരു ക്യാൻവാസിൽ എന്ന പോലെ, ഒരു ചരിത്ര പുസ്തകം വായിക്കുന്ന പോലെ തെളിഞ്ഞു വരുന്ന ചില ഏടുകളുണ്ട്. 2004 GCC രാജ്യങ്ങൾ ചേർന്ന് ഒരു ഗൾഫ് റെയിൽ നെറ്റ്വർക്കിനെ കുറിച്ച് പഠനം ആരംഭിക്കുന്നു. അതിന്റെ ചുവട് പിടിച്ച് UAE ഒരു ദേശീയ റെയിൽ സംവിധാനം ഒരുക്കാൻ തീരുമാനിക്കുന്നു. 2009 ജൂണിൽ ഫെഡറൽ നിയമപ്രകാരം ഇത്തിഹാദ് റെയിലിന് ഔദ്യോഗിക രൂപം വരുന്നു. മരുഭൂമിയുടെ നിശബ്ദതയിൽ ഒരു സ്വപ്നം ജനിക്കുന്ന കാഴ്ചകളായിരുന്നു പിന്നീട് കണ്ടത്. 2011 മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അബുദാബിയിലെ ഷാ, ഹബ്ഷാൻ എന്നീ ഗ്യാസ് ഫീൽഡുകളിൽ നിന്നുള്ള സൾഫർ റുവൈസ് പോർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ട് 2016 ഇത്തിഹാദ് റെയിൽ ചരക്ക് ഗതാഗതം ഔദ്യോഗികമായി തുടങ്ങി. 300 ട്രക്കുകൾക്ക് പകരം ഒരൊറ്റ ട്രെയിൻ. അതൊരു വിപ്ലവം തന്നെയായിരുന്നു. ഗതാഗത മേഖലയിലെ ആ വിപ്ലവം എത്തി നിൽക്കുന്നത് UAEയുടെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ വിഭാവനം ചെയ്ത, ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച് ഒരേ സമയം 400 പേരെ ഉൾക്കൊള്ളുന്ന ഈ യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലൊരു ആഘോഷം നടക്കുന്ന പോലെയാണ് പലരും ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ ട്രെയിനിന്റെ കന്നിയാത്ര കാണാനായിട്ട് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയത്. ഞാൻ 30 വർഷമായി, ഇദ്ദേഹം 23. ഇദ്ദേഹത്തിന് കാണാനുള്ള ഒരു ആഗ്രഹം വന്നതാണ്. നമ്മളിന്ന് നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ കാണുമായിരുന്നു. ഞങ്ങൾ ഓരോ ദിവസവും വാർത്ത ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കൂ എന്തായി. അപ്പം നമ്മൾ ചെടികളൊക്കെ വയ്ക്കുന്നു. ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ നമ്മൾ പാർക്കിംഗ് സ്പേസ് എല്ലാം നോക്കിക്കൊണ്ടാണ് ഇരുന്നത്. പിന്നെ ഇന്ന് രാവിലെ ഓടി വന്നു. ഇപ്പം കണ്ടിട്ട് പോവുക. ഇനി പിന്നെ തീർച്ചയായിട്ടും ഫ്രൈഡേ ഓർ സാറ്റർഡേ ഞങ്ങൾ പോയിരിക്കും. പിന്നെ ട്രെയിനിലെ യാത്രക്കാരും ഹൃദയാക്ഷരങ്ങൾ കൊണ്ട് തുന്നിയ വരവേൽപ്പാണ് യാത്രയ്ക്ക് നൽകിയതെന്ന് പറയാം. കോച്ച് നമ്പർ 4 ഞങ്ങൾ കണ്ട കോഴിക്കോട് നിന്നുള്ളൊരു മലയാളി കുടുംബമാണത്. കൂട്ടത്തിൽ കണ്ണുടക്കിയത് നജ്ഹ എന്ന ഈ പെൺകുട്ടി ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കിലാണ്. അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്ക് എത്തിയപ്പോഴേക്കും ആ കുട്ടി ഹൃദയാക്ഷരങ്ങൾ കൊണ്ട് തുന്നിയെടുത്ത എത്തിഹാദ് റെയിലാണ് ഈ കാണുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഫുജേറയിലേക്ക് എത്തിയുള്ളൂ കേട്ടോ. ഒരു കാര്യം നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. വേറൊന്നുമല്ല, ടൈമിംഗ് ആണ്. ഈ വണ്ടി വൈകി ഓടുന്നുള്ള അനൗൺസ്മെന്റിനൊന്നും ഇവിടെ ഒരു സ്കോപ്പും ഇല്ല. ഷാർപ്പ് ടൈമിംഗ് ആണ്. കറക്റ്റ് 1 മണിക്കൂർ 45 മിനിറ്റ്.
ഇനി യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടെ പറയാം. അതായത് ഇപ്പോൾ അബുദാബി സ്റ്റേഷനാണെങ്കിലും ഫുജൈറ സ്റ്റേഷനിലാണെങ്കിലും സറൗണ്ടിങ്സിൽ അതായത് ഫ്രീ ബഗ്ഗി സർവീസ് ഉണ്ട്. പിന്നെ 10 ദിറംസ് പേ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ടാക്സി വേണ്ടവർക്ക് ടാക്സി സർവീസ് അവൈലബിൾ ആണ്. പിന്നെ സെപ്റ്റംബർ 30 ദുബായ് ജുമൈറ ഗോൾഫ് ക്ലബിലേക്കും ദെയ്ദിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഡിസംബർ 30 അൽദഫ്ര റീജിയനിലേക്കും. ഒരു UAE നിവാസിയെ സംബന്ധിച്ച് ഇതൊരു സാധാരണ യാത്രയല്ല. എന്നാൽ അസാധാരണം എന്ന് പറയാനും പറ്റില്ല. കാരണം സ്വപ്നം കണ്ട പദ്ധതികളെല്ലാം യാഥാർത്ഥ്യമാക്കിയ ഒരു നാടായതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതപ്പെടണോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അഭിമാനപൂർണമായ ഒരു യാത്ര എന്ന് തന്നെ പറയാം. ഇത്തിഹാദ് അഥവാ യൂണിറ്റി എന്ന ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ UAEയിലെ 7 എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ഒറ്റ ഹൃദയത്തിന്റെ സ്പന്ദനമായി ഈ റെയിൽ പ്രൊജക്ട് മാറിക്കഴിഞ്ഞു. പതിയെ GCC രാജ്യങ്ങളെയെല്ലാം ഇത് ബന്ധിപ്പിക്കുകയും ചെയ്യും. ഈ ഐക്യത്തിന്റെ പാതയിൽ UAEയുടെ ഭാവി അങ്ങനെ കുതിച്ചു പായട്ടെ.